ഇമോഷണൽ കൗൺസിലിംഗ് 2-ാം ദിവസം. മനുഷ്യന്മാർക്കുണ്ടാവുന്ന 5 ഇമോഷൻസ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി, വെറുപ്പ്. ഈ 5 ഇമോഷൻസിൽ ഒരെണ്ണം മാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത്, ഹാപ്പിനെസ് മാത്രം. ബാക്കി എല്ലാം സങ്കടം, ദേഷ്യം, പേടി, വെറുപ്പ് എല്ലാം നെഗറ്റീവാണ്. എല്ലാം ഭയങ്കര ചാലഞ്ചിങ് ആണ്. എല്ലാ ഇമോഷൻസും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം, സങ്കടം വരേണ്ടടുത്ത് സങ്കടം വരണം, പേടിപ്പിക്കേണ്ടടുത്ത് പേടിപ്പിക്കണം, പേടി തോന്നേണ്ടടുത്ത് പേടി തോന്നണം, വെറുപ്പ് തോന്നുന്നിടത്ത് വെറുപ്പ് തോന്നണം. എല്ലാ ഇമോഷൻസും നല്ലതാണ്. പക്ഷേ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇമോഷൻസും മാനേജ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലൈഫ് മാത്രമല്ല, ചുറ്റുമുള്ളവരുടെ ലൈഫും സെറ്റാക്കാൻ പറ്റും. അതിന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരു ചിന്തയാണ് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇമോഷൻസ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. ഉദാഹരണമായി, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു. അടുത്ത തവണ അയാളെ കാണുമ്പോൾ അയാളോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു. വിഷമം, ദേഷ്യം ഇങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ആ ചിന്ത ദേഷ്യം ഉൽപ്പാദിപ്പിച്ചു. ചിലപ്പോൾ ആ വ്യക്തിയോട് ഞാൻ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടാം. ആ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസ് അല്ല, തോട്ട്സാണ് മാനേജ് ചെയ്യേണ്ടത്. അദ്ദേഹം അന്ന് കണ്ടപ്പോൾ എന്നെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തിന് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും മാനസികാവസ്ഥയിലായിരിക്കും. കുടുംബ പ്രശ്നം, ജോലി, ഹെൽത്ത് ഇഷ്യൂ, അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നന്നായി പെരുമാറാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതിന് ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല. അയാളുടെ മനസ്സിലുള്ളത് ഒരു പക്ഷേ മുഖത്തും പെരുമാറ്റത്തിലും വന്നിട്ടുണ്ടായിരിക്കാം. അത് എല്ലായ്പ്പോഴും നമ്മളോടുള്ള ദേഷ്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെയൊരു ചിന്ത നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം.